ഡൽഹി മുൻ മുഖ്യമന്ത്രിയും എ അധ്യക്ഷനുമായ അരവിന്ദ് കെജ്രിവാളിന്റെ വാക്കുകൾ ദേശീയ തലത്തിൽ ചർച്ചയാകുന്നു. ഡൽഹി മുഖ്യമന്ത്രി അതിഷിയെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നാണ് അദ്ദേഹം പറയുന്നത്. വ്യാജ കേസുണ്ടാക്കി മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ ചിലർ ശ്രമിക്കുന്നുവെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് മാധ്യമങ്ങളെ കാണാൻ കെജ്രിവാൾ തീരുമാനിച്ചിട്ടുണ്ട്. ഈ വേളയിൽ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താമെന്ന് അദ്ദേഹം പറയുന്നു. മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന വിവരം കെജ്രിവാളിന് ലഭിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഡൽഹി പോലീസുമായി നിരന്തരം കലഹിക്കുന്ന ഡൽഹി സർക്കാർ നടത്തുന്ന ചില പ്രവർത്തനങ്ങളാണ് മറുചേരിയെ പ്രകോപിപ്പിക്കുന്നത് എന്നാണ് കെജ്രിവാൾ സൂചിപ്പിക്കുന്നത്. രാജ്യതലസ്ഥാനമായ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ്. ഫെബ്രുവരിയിൽ പുതിയ സർക്കാർ അധികാരമേൽക്കേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ നേതൃത്വം പുതിയ പ്രഖ്യാപനങ്ങൾ നടത്തുകയാണ്. സ്ത്രീകളെയും മുതിർന്ന വോട്ടർമാരെയും ലക്ഷ്യമിട്ടുള്ള പ്രഖ്യാപനങ്ങളാണ് മിക്കതും. ഇതാണ് മുഖ്യമന്ത്രിക്ക് കുരുക്കിടുന്നതിലേക്ക് നയിക്കുന്നത് എന്ന സൂചനയാണ് കെജ്രിവാൾ നൽകുന്നത്. കോൺഗ്രസ്, BJP എന്നീ പാർട്ടികളുടെ ത്രികോണ മത്സരമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ നടക്കുക. കോൺഗ്രസിൽ നിന്ന് അധികാരം പിടിച്ചെടുത്ത ശേഷം കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും ആണ് മികച്ച വിജയം നേടി ഡൽഹി ഭരിക്കുന്നത്. എന്നാൽ ഇത്തവണ എന്ത് വില കൊടുത്തും ഭരണം പിടിക്കണമെന്നാണ് BJPയുടെ നിലപാട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യും കോൺഗ്രസും കൈകോർത്താണ് മത്സരിച്ചത്. എന്നിട്ടും ഡൽഹിയിലെ 7 ലോക്സഭാ മണ്ഡലങ്ങളിലും BJP തന്നെ ജയിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP തൂത്തുവാരുന്ന ഡൽഹി, പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആണ് തൂത്തുവരിക. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തനിച്ച് മത്സരിക്കുമെന്ന് കെജ്രിവാൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് ഡൽഹി കടക്കവെയാണ് മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുമെന്ന് കെജ്രിവാൾ പറഞ്ഞിരിക്കുന്നത്. അതിന് മുന്നോടിയായി ചില നേതാക്കളുടെ വസതികളിലും റെയ്ഡ് നടക്കാൻ സാധ്യതയുണ്ടെന്നും കെജ്രിവാൾ പറയുന്നു. വ്യാജ കേസ് ഉണ്ടാക്കിയാകും അറസ്റ്റ്. ഡൽഹി സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളുടെ പ്രഖ്യാപനമാണ് അവരെ പ്രകോപിപ്പിച്ചതെന്നും അദ്ദേഹം ആരോപിക്കുന്നു. മഹിളാ സമ്മാൻ യോജന, സഞ്ജീവനി യോജന തുടങ്ങിയ ജനക്ഷേമ പദ്ധതികൾ അടുത്തിടെ അതിഷി നേതൃത്വം നൽകുന്ന സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. യോഗ്യരായ വനിതകൾക്ക് പ്രതിമാസം 1000 രൂപ നൽകുന്നതാണ് മഹിളാ സമ്മാൻ യോജന. ഈ തുക ഭരണത്തിലെത്തിയാൽ 2100 ഉയർത്തുമെന്ന് കെജ്രിവാൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 60 വയസ്സ് കഴിഞ്ഞവർക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്നതാണ് സഞ്ജീവനി യോജന. ന്യൂസ് ഡെസ്ക് 1 ഇന്ത്യ മലയാളം.